അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ എല്ലാവർക്കും സന്തോഷമാണെന്ന് കരുതുന്നു. ഇന്ന് പറയുന്നത് ആയത്തുൽ കുർസിനെ കുറിച്ചാണ്. ആയത്തുൽ കുർസി എങ്ങനെയാണ്? അതിന്റെ ബറക്കത്ത് എന്തുണ്ട്? അത് ചൊല്ലിയാലുള്ള പവിത്രത എത്രയാണ്? അതിനെക്കുറിച്ചൊക്കെ പറയുന്നത്. ആയത്തുൽ കുർസി പതിവാക്കുന്ന ഒരാളാണെങ്കിൽ അവന് മരണം മാത്രമാണ് അവന് സ്വർഗ്ഗലോകത്തേക്ക് എത്താനുള്ള തടസ്സം എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. എല്ലാ വക്തിലും ആയത്തുൽ കുർസി ഓതുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവനക്ക് സ്വർഗലോകവും അവനും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് മരണമാണ്. മരിച്ചാൽ മാത്രം മതി അവൻ സ്വർഗത്തിലേക്ക് എത്തുമെന്ന് മഹാന്മാരായ ആളുകൾ ഗ്രന്ഥങ്ങളിലൂടെ എഴുതി വെച്ചതായിട്ട് കാണാം. അപ്പോൾ ആയത്തുൽ കുർസിന് വലിയ പവിത്രതയുണ്ട്. ആയത്തുൽ കുർസിയിൽ ഒരുപാട് ഇസ്മുൽ അഅ്ളമുണ്ട്, അല്ലെ? അള്ളാഹുവിന്റെ പേരുകൾ അതിലുണ്ട്. ചില അള്ളാഹുവിന്റെ പേരുകളെ വിളിച്ചുകൊണ്ട് നാം ദുആ ചെയ്താൽ അത് സ്വീകരിക്കുമെന്നതാണ്. നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടും. അസ്മാഉൽ ഹുസ്ന ഇല്ലേ? ആ അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് ഒരാൾ ദുആ ചെയ്താൽ അല്ലാഹു തആല ഉറപ്പായും സ്വീകരിക്കും. വലിയ പവിത്രതയുള്ള പേരുകളാണ് അള്ളാഹുവിന്റെ പേര് എന്ന് പറയുന്നത്. അത് വിളിച്ചുകൊണ്ട് നാം ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. അപ്പൊ അള്ളാഹുവിന്റെ പേരുകൾ അടങ്ങിയതാണ് എന്ത്? ആയത്തുൽ കുർസി എന്നുള്ളത്. ഇപ്പൊ ഒരാൾ ആയത്തുൽ കുർസിയെ പതിവാക്കുന്ന ഒരാളാണോ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്തിൽ വിശ്വാസം ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. അങ്ങനെ കുറെ ആയത്തുൽ കുർസി ഓതുന്നുണ്ട്, ചെയ്യുന്ന പ്രവൃത്തിയിലൊന്നും വിശ്വാസമൊന്നുമില്ല. പിന്നെ ആർക്കാണ് വിശ്വാസം? ഉണ്ടെങ്കിലല്ലേ എന്ത് കാര്യവും അതിൽ നേട്ടമുള്ളൂ. അപ്പൊ വിശ്വാസം ഉണ്ടാവണം. ആയത്തുൽ കുർസിന് വലിയ പവിത്രതയുണ്ട്. ആ പവിത്രത നേടാൻ വേണ്ടിയാണ് ഞാൻ ആയത്തുൽ കുർസി ഓതുന്നത് എന്നൊരു ചിന്തയും കൂടി വേണം. അപ്പോഴേ ഇതെന്ത് ചെയ്യുള്ളൂ, അത് അതിന്റെ ആ പവിത്രത നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ ആയത്തുൽ കുർസിന്റെ പവിത്രതകളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ആയത്തുൽ കുർസി ഒരാൾ പതിവാക്കുന്ന ആള് എങ്ങനെ? ഒരാൾ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുർസി വരുന്ന ആളാണെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവനക്ക് 70,000 മലക്കുകളുടെ കാവലുണ്ടാകുമെന്നാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു ബുദ്ധിമുട്ടിലും അവൻ എത്തുകയില്ല, അവൻ അപകടത്തിൽപ്പെടുകയില്ല, ഒന്നും ചെയ്യില്ല. അവനെ യാത്ര ചെയ്ത് തിരിച്ചു വരുന്നത് വരെ 70,000 മലക്കുകളുടെ കാവല് അവനുണ്ടാകുമെന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആയത്തുൽ കുർസി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുർസി പതിവാക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ആയത്തുൽ കുർസിയിൽ അല്ലാഹു തആലയെ പറഞ്ഞിട്ടുണ്ട്. 18 തവണ അള്ളാഹുവിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടാണ്, അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടാണ് നാം ആയത്തുൽ കുർസി ഓതുന്നത്, അല്ലേ? അപ്പൊ ആ ആയത്തുൽ കുർസിന് വലിയ പവിത്രതയുണ്ട്. മലക്കുകളുടെ കാവലുണ്ടാവും, അള്ളാഹുവിന്റെ കാവലുണ്ടാവും, അള്ളാഹു നമ്മളെ സംരക്ഷിക്കും. ഒരാള് ആയത്തുൽ കുർസി പതിവാക്കുന്ന ആളാണെങ്കിൽ അവന് സ്വർഗ ലോകത്തേക്കുള്ള വഴിദൂരം എന്ന് പറയുന്നത് അവന്റെ മരണം മാത്രമാണ്. മരിച്ചു കിട്ടിയാൽ അവൻ സ്വർഗത്തിലേക്ക് എത്തി എന്നതാണ്. അത്രയും പവിത്രതയുണ്ട്. മറ്റൊന്ന്, നമ്മുടെ മക്കൾക്ക് രോഗങ്ങൾ വരാറുണ്ട്, ചെറിയ ചെറിയ പൈശാചികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ആയത്തുൽ കുർസി മന്ത്രിച്ചു കൊടുക്കണം. നല്ലൊരു മരുന്നാണ് ആയത്തുൽ കുർസി. പ്രിയപ്പെട്ട ഉമ്മമാരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾക്ക് രാത്രി സമയങ്ങളിൽ ഉറങ്ങാതെയും അല്ലെങ്കിൽ വല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ആയത്തുൽ കുർസി എഴുതി മന്ത്രിച്ചു കൊടുക്കുക. അവരുടെ തലയിൽ ശരീരത്തിൽ മുഴുവനായി ഊതി കൊടുത്താൽ അതിന്റെ ബർക്കത്ത് കൊണ്ട് പൈശാചികമായ ശൈത്വാനികപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും കാവലുണ്ടാവും. കാരണം അള്ളാഹുവിന്റെ പേര് വിളിച്ചിട്ടാണ്, അള്ളാഹുവിനെ വിളിച്ചിട്ടാണ് നാം അത് ചെയ്യുന്നത്. അപ്പൊ ശൈത്താൻ ആ വൈക്കോടി ഉണ്ടാവില്ല. ശൈത്താൻ ഉള്ളവർക്ക് നിന്ന് പാഞ്ഞു പോകും. അതുകൊണ്ട് ആയത്തുൽ കുർസിയെ ചെറിയ മക്കൾക്കെന്ന് മാത്രമല്ല നമുക്കും മന്ത്രിക്കാൻ പറ്റിയ നല്ലൊരു ആയത്താണ്. ഖുർആനിക ആയത്തല്ലേ ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ മക്കൾക്ക് എന്ത് ചെയ്യണം? ആയത്തുൽ കുർസിയെ പഠിപ്പിച്ചു കൊടുക്കണം. കാരണം നമ്മുടെ മക്കൾ പഠിക്കുന്നവരാണ്, അവർക്ക് നല്ല ബുദ്ധിശക്തി വർദ്ധിക്കണം, അല്ലെ? ബുദ്ധിയുടെ ശക്തി നല്ലോണം വർദ്ധിക്കണം. അതിനെന്ത് ചെയ്യണം? ആയത്തുൽ കുർസി അവരെ പഠിപ്പിച്ചു കൊടുത്തോളെ. അതിങ്ങനെ ചെല്ലുന്ന സമയത്ത് നമ്മുടെ മക്കളുടെ ബുദ്ധി എന്ത് ചെയ്യും? വർദ്ധിക്കുന്നതാണ്. ഏഹ് അതുകൊണ്ട് മക്കൾക്ക് എന്ത് ചെയ്യണം? ആയത്തുൽ കുർസി പഠിപ്പിച്ചു കൊടുക്കണം. അത് പഠിപ്പിക്കാനുള്ള വഴികൾ എന്ത് ചെയ്യണം? രക്ഷിതാക്കളായ നിങ്ങൾ അത് കണ്ടെത്തണം എന്നതാണ്. ഈ ആയത്തുൽ കുർസിയെ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ അത് ചെല്ലുകയാണെങ്കിൽ 70,000 മലക്കുകളുടെ കാവലുണ്ടാവും. വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ചെല്ലുക, കിടക്കാൻ പോകുന്ന സമയത്ത് ആയത്തുൽ കുർസി ചെല്ലുക. അതൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്. കിടക്കുന്ന സമയത്ത് ആയത്തുൽ കുർസി ചെല്ലുക, ദുസ്വപ്നങ്ങൾ കാണുകയില്ല. അതുപോലെ പൈശാചികമായ ശബ്ദം ഉണ്ടെങ്കിൽ അത് ചൊല്ലിക്കൊടുക്കാം. ദുആ ചെയ്യുന്ന സമയത്ത് നാം എന്ത് ചെയ്യണം? ആയത്തുൽ കുർസി ഓതിക്കൊണ്ട് നിങ്ങൾ ദുആ ചെയ്തോളെ, അല്ലാഹു തആല സ്വീകരിക്കും. കാരണം ഇസ്മുൽ അഅ്ളം അതിലുണ്ട്. ഇസ്മുൽ അഅ്ളം വിളിച്ചുകൊണ്ട് ദുആ ചെയ്താൽ അല്ലാഹു തആല സ്വീകരിക്കും എന്നത് ഉറപ്പുള്ള കാര്യമാണ്.
അതുകൊണ്ട് തന്നെ ആയത്തുൽ കുർസിന് വലിയ പവറുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, നമ്മളും പതിവാക്കുക. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.